प्रेज़ लॉर्ड। जल्दाने वाला प्रभु यीशु मसीह के नाम का സ്നേഹവന്ദനം देता हूँ. കർത്താവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. So let us turn our attention to John Gospel chapter 5. John Gospel chapter 5 verses 36. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കൊണ്ടുവരാം. John 5:36. हम लोग उसको पहले पढ़ेंगे and then we will go through the word. परंतु मेरे पास जो गवाही है वह यूहन्ना की गवाही से बड़ी है, क्योंकि जो काम पिता ने मुझे पूरा करने को सौंपा है, अर्थात यही काम जो मैं करता हूँ, वो मेरे गवाह हैं कि पिता ने मुझे भेजा है. മലയാളത്തിലൊന്ന് വായിച്ചട്ടെ. 5:36 ഉറക്കെ ഒന്ന് വായിച്ച്. എനിക്കോ യോഹന്നാൻ്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. കഴിഞ്ഞ കുറേ ആഴ്ചകൾ നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് പഠിക്കുകയാണ്. 38 സംവത്സരമായി ഒരു പക്ഷപാതക്കാരനെ അല്ലെങ്കിൽ ഒരു പാരലൈസ്ഡ് വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കി. 38 സംവത്സരമായി താന് വയ്യാതെ കിടക്കുന്ന അവസ്ഥയിൽ കർത്താവ് സൗഖ്യമാക്കി. എന്നാൽ ആ സൗഖ്യമാക്കി ഈ സൗഖ്യം ലഭിച്ച ഈ മനുഷ്യന് കർത്താവിനെ അറിയാതെ താൻ ആലയത്തിലായിരിക്കുന്ന സമയത്ത് കർത്താവ് തന്നെ ആലയത്തിൽ കണ്ട് ഈ ഫൗണ്ട് ഹിം ഇൻ ദ ടെമ്പിൾ ആൻഡ് ഈ ടോൾഡ് ഹിം, നോക്കൂ, ഇനി പാപം ചെയ്യരുത്, ഇതിൽ അധികമായി സംഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് തന്നോട് പറയുകയും ചെയ്തു. അത് ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടാതെ യേശുവിനെ ഒറ്റിക്കൊടുത്തു എന്ന് നമ്മൾ കാണുകയുണ്ടായി. ആ ഒറ്റിക്കൊടുത്തത് കൊണ്ട് അത് നിമിത്തം യേശുവിന് വളരെ പീഡ സഹിക്കേണ്ട വന്നു. അതുമാത്രമല്ല, തന്നെ കൊന്നുകളയുവാൻ വേണ്ടിയും ജനം അവിടെ ഒരുമിച്ച് കൂടിയെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്താ അതിന് കാരണം? 2 കാരണം നമ്മൾ കണ്ടു. ഒന്ന്, താൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ടും, 2, ഈ സൗഖ്യം നടത്തിയ കർത്താവ് യഹൂദന്മാരോട് പറയുകയാണ്, ശബത്തിനെ ഞാൻ ലംഘിച്ചിട്ടില്ല, കാരണം എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവർക്കൊരു കാര്യം പിടികിട്ടി. യേശു എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? യേശു പറയുന്നത് ഞാനും പിതാവും തുല്യനാണ് എന്നുള്ള കാര്യമാണ് യേശു ഇവിടെ പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായി. 5-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യത്തിൻ്റെ കാര്യം നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് യഹൂദന്മാർ തന്നെ പീഡിപ്പിക്കുവാൻ വേണ്ടി അല്ലെ കൊന്നുകളയുവാൻ വേണ്ടി അവർ ശ്രമിച്ചതിൻ്റെ കാരണം എന്താ? 2 കാരണം. ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, താൻ ദൈവത്തെ പിതാവെന്ന് വിളിക്കുകയും ദൈവത്തോട് സമനെന്ന് താൻ പറയുകയും ചെയ്തത് കൊണ്ടാണ് തന്നെ കൊന്നുകളയുവാൻ വേണ്ടി ശ്രമിച്ചത്. हमने आप लोग को याद होगा यूहन्ना के सुसमाचार कुछ 5वां अध्याय कुछ हफ्तों से हम लोग देख रहे हैं. 38 साल से 38 साल से पैरालाइज्ड व्यक्ति को यीशु मसीह चंगाई किया, लेकिन उस चंगाई के बाद यीशु मसीह उसको एकल में मंदिर में मिलकर उससे कहता है, देख तू चंगा हुआ है, दोबारा पाप नहीं कर कि इससे और अधिक तेरे जीवन में नहीं आए. ये उसको पसंद नहीं आया. यीशु को इसने बिट्रे किया और यहूदियों को जाकर, लीडर्स को जाकर बताया, आप जो ढूंढ रहे हो व्यक्ति वो यीशु है करके. उसके कारण हमने देखा यीशु को बहुत सारे पीड़ा और परसिक्यूशंस, सफरिंग्स को सहना पड़ा. लेकिन यीशु मसीह उन यहूदियों से कहा, मैं शब्द को नहीं तोड़ाऊं, क्योंकि मेरा पिता हमेशा काम करता है, मैं भी काम करता हूं करके कहा. जब ये यहूदियों ने सुना, उसका 18 वचन में हम लोग देखते हैं, तब वहां पर हम लोग देखते हैं वो लोग यीशु मसीह को मार डालने के लिए उन्होंने विचार किया, क्योंकि उन्होंने केवल शब्द को तोड़ा इसके लिए खाली नहीं, बल्कि परमेश्वर को अपना पिता कहकर परमेश्वर का तुल्य कहा, इसके लिए यीशु को मार डालने के लिए देखा. ഓക്കെ, ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത്. അതിനുശേഷം നമ്മൾ കണ്ടത് 19 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടത് യേശു ഈ പറഞ്ഞ കാര്യം, ഈ ക്ലെയിം ചെയ്ത കാര്യം ഏതാ? ഞാനും പിതാവും തുല്യനാണ് എന്ന് ക്ലെയിം ചെയ്ത കാര്യത്തെ യേശു പിന്നെയും അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് വിസ്താരത്തിൽ പറയുകയാണ്. പിതാവിന് എങ്ങനെ ജീവൻ കൊടുക്കാൻ കഴിയുമോ എനിക്കും ജീവൻ കൊടുക്കാൻ കഴിയും. അടുത്തത് പറയുകയാണ്, പിതാവ് എങ്ങനെ ന്യായം വിധിക്കാൻ കഴിയുമോ എനിക്കും ന്യായം വിധിക്കാൻ കഴിയും. അപ്പം ന്യായം വിധിക്കുന്നതും ജീവൻ കൊടുക്കുന്നതും കേവലം ദൈവത്തിലുള്ള പരമാധികാരമാണ്. അതൊരു മനുഷ്യൻക്കും കൊടുക്കാൻ കഴിയത്തില്ല.
മനുഷ്യന് ജീവൻ കൊടുക്കാൻ കഴിയത്തില്ല. റോബോട്ട് ഉണ്ടാക്കാൻ കഴിയും, എന്നാൽ ആ റോബോട്ടിൽ ജീവൻ കൊടുക്കാൻ കഴിയത്തില്ല. എന്നാൽ മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ഇവിടെ യേശു പറയുമ്പോൾ ഇവർ പറയുകയാണ്, ഇതെങ്ങനെയാ സാധിക്കുന്നത്? അപ്പോൾ ജീസസിൻ്റെ ക്ലെയിമിനെ അല്പം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. രണ്ട് കാര്യം പറഞ്ഞ്, ഒന്ന്, എനിക്ക് ജീവൻ കൊടുക്കാൻ അധികാരമുണ്ട്, രണ്ട്, ന്യായം വിധിക്കാൻ അധികാരമുണ്ട്. നമ്മൾ ഇതിനോട് അകം കണ്ടു, ഈ രോഗിയായ സൗഖ്യം കിട്ടിയ ഈ മനുഷ്യൻ ഒരു ദിവസം ഈ സൗഖ്യം തന്ന കർത്താവിൻ്റെ മുമ്പിൽ, ഈ ന്യായ കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കും. അന്നിവൻ എന്താ ഉത്തരം പറയും? യേശുവിനെ തള്ളിപ്പറഞ്ഞതും യേശുവിൻ്റെ ഈ കാര്യത്തെ വിശ്വസിക്കാതിരുന്നതും, യേശു ആരാ എന്നുള്ളത് മനസ്സിലാക്കാതിരുന്നതും, ജീവൻ പ്രാപിക്കാതിരുന്നതും, ഇതിനെല്ലാം ഒരു ദിവസം മറുപടി കൊടുക്കണ്ടേ യേശുവിൻ്റെ മുമ്പേ? അടുത്ത് നമ്മൾ കണ്ടത്, രോഗസൗഖ്യം കേവലം കിട്ടിയത് കൊണ്ട് രക്ഷ കിട്ടണമെന്ന് നിർബന്ധമില്ല. രോഗസൗഖ്യം കിട്ടിയ ഈ മനുഷ്യന് രക്ഷ കിട്ടിയില്ല എന്നാണ് നമ്മൾ കണ്ടത്. हमने देखा फिर उसके बाद 19 से लेकर 23 तक जीसस ने जो क्लेम किया ना, उस क्लेम को एक्सप्लेन कर रहा है 19 से लेकर 23 तक. क्या एक्सप्लेन कर रहा है? कि जिस तरह परमेश्वर जीवन दे सकता है, मैं भी जीवन दे सकता हूं. दूसरा, जिस तरह परमेश्वर जजमेंट करता है, मैं भी जजमेंट करता हूं. तो जीवन देना, जिंदगी देना और न्याय करना, अदालत करना, ये केवल खुदावंद ही कर सकता है. यीशु बोलता है, ये करने का अधिकार मुझे भी है करके. तो पिता का तुल्य है, पिता का जैसा ही नेचर है, पिता जो कर सकता है बेटा भी कर सकता है करके जीसस एक्सप्लेन कर रहा है. हमने देखा, दो बातों को देखा. चंगाई मिला, इसका मतलब यह नहीं है कि उद्धार मिल जाएगा. चंगाई मिलना अच्छी बात है, लेकिन उससे बढ़कर बात है हमारा नजात, हमारा अंदर की आत्मा को नजात मिलना, नहीं तो उद्धार मिलना. इस आदमी को चंगाई मिला लेकिन उद्धार नहीं मिला. दूसरा हमने देखा, ये आदमी एक दिन यीशु के सामने जाकर खड़ा रहना पड़ेगा. यीशु उसको न्याय करेगा और यीशु से पूछेगा, मैंने तुझे चंगाई दिया, क्यों दिया? ताकि तू जाने कि मैं कौन हूं. मैं केवल चंगा करने वाला नहीं, बल्कि मैं उद्धार करता हूं. मैं तुझे जीवन देने के लिए आया कर तूने विश्वास नहीं किया कर उस दिन इसको जवाब देना पड़ेगा. അതിനുശേഷം 24 തൊട്ട് 29 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്, യേശു ജീവൻ ഇപ്പോൾ കൊടുക്കും. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ തന്നിൽ വിശ്വസിച്ച് കല്ലറകളിൽ കിടക്കുന്നവനെ ജീവൻ കൊടുത്ത് എഴുന്നേൽപ്പിക്കും. കണ്ടോ? അപ്പോൾ യേശുവിൽ ഇന്ന് വിശ്വസിക്കുന്നവൻ എന്തുണ്ട്? ജീവനുണ്ട്. ആ ജീവൻ പ്രാപിച്ചൊരു വ്യക്തി മരിച്ച് കല്ലറയിൽ പോയാലും യേശു രണ്ടാമത് വരുമ്പോൾ തനിക്ക് എന്തോ ലഭിക്കും? ജീവൻ പ്രാപിക്കും. അപ്പോൾ കണ്ടോ, ഇവിടെ എന്തോ പ്രധാനപ്പെട്ട വിഷയമാണ്. നിത്യജീവൻ എന്നുള്ളത് മരിച്ചതിന് ശേഷം കിട്ടുന്ന ഒരു കാര്യമല്ല. പലരും ധരിച്ചിരിക്കുന്നത് മരിച്ചതിന് ശേഷം എന്തോ കിട്ടുന്ന കാര്യമാണ് നിത്യജീവൻ എന്ന്. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. നമ്മൾ കണ്ടു 1 യോഹന്നാൻ 5:12 കണ്ടത്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. കിട്ടുമെന്നല്ല, ഉണ്ടെന്നാ പറയുന്നത്. അപ്പോൾ നിത്യജീവൻ ഇപ്പോഴത്തെ പ്രസന്റ് റിയാലിറ്റി ആണെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിൽ ആ നിത്യജീവൻ പൂർണ്ണമായിരിക്കുന്ന കൺസ്യൂമേഷൻ, പൂർണ്ണമായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് നമ്മൾക്ക് തരുവാൻ വേണ്ടി വീണ്ടും വരും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. उसके बाद हम लोग ने देखा 24 से लेकर 29 में हमने देखा कि यीशु मसीह आज जीवन देता है. यीशु मसीह पर विश्वास कर कर जीवन मिला वो लोग मरकर कब्र में जाएगा तो भी यीशु जब भी दोबारा आएगा उस कब्र से उसको जीवन देकर उसे नित्य जीवन यीशु मसीह देने वाला है. हमने इसमें देखा इटर्नल लाइफ, नित्य जीवन जो है ये मरने के बाद मिलता हुआ एक चीज नहीं है. आज यीशु पर विश्वास करने वाला ब्रदर को, सिस्टर को परमेश्वर नित्य जीवन, क्वालिटी लाइफ, द लाइफ ऑफ गॉड आज ही देता है. लेकिन उसका कंप्लीटनेस, उसका परफेक्शन अभी नहीं. यीशु मसीह दोबारा जब भी आएगा उसका परफेक्शन हमें देने वाला है. So Jesus is the life giver. Jesus is the judge of all. യേശു കർത്താവ് ജീവൻ കൊടുക്കുവാനും യേശു കർത്താവ് സകലരെയും വിധിക്കുന്ന ന്യായകർത്താവും കൂടെയാണ് എന്ന് നമ്മൾ കാണുവാൻ ഇടയായി തീർന്നു. ഓക്കെ, ഇത്ര നമ്മൾ देखा, ഇത്രയും നമ്മൾ കണ്ടു. इसका सबूत क्या है? What is the witness of all this? ചുമ്മാ ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും എന്തെങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റുമോ?
യഹൂദന്മാർ ഒരു നടപ്പനുസരിച്ച് ആരെങ്കിലും എന്തെങ്കിലും സ്ഥാപിക്കണമെങ്കിൽ 2-3 സാക്ഷികൾ മുമ്പിൽ വരുത്തണം. ആ 2-3 സാക്ഷികളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം എന്ത് ചെയ്യാം? ഉറപ്പിക്കാം. അടുത്തത് 30 തൊട്ട് 47 വരെയുള്ള വാക്യങ്ങളിൽ യേശു സാക്ഷികളെ കൊടുക്കുകയാണ്. താൻ ഇതുവരെ പറഞ്ഞ കാര്യത്തെ, ഇത് ഞാൻ ചുമ്മാ കാറ്റത്ത് പറയുന്നതല്ല, ഞാൻ ഈ പറയുന്ന കാര്യത്തിന് സാക്ഷികളുണ്ട് എന്നുള്ള കാര്യം യേശു അടുത്ത 30 തൊട്ട് 47 വരെയുള്ള വാക്യങ്ങളിൽ പറയുകയാണ്. ഞാൻ ഇത് ഓടിച്ചു പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മളിത് വിസ്താരത്തിൽ ധ്യാനിച്ചതായതുകൊണ്ട് ഞാനിത് ഓടിച്ചു പറയുകയാണ്. तो ये बोला हुआ बात, जीसस ने क्लेम किया बात, मैं जिंदगी दे सकता है, मैं जजमेंट दे सकता है. यहूदियों के बीच में एक बात है, अगर कोई भी कुछ क्लेम करे, वो क्लेम को पक्का करना है तो क्या चाहिए? विटनेस चाहिए, गवाह चाहिए. हमने देखा कितना गवाह चाहिए? 2 या 3 गवाह के अनुसार बोला हुआ बात को क्या कर सकता है? पक्का कर सकता है, सही कर सकता है. तो 5 का 30 से लेके 47 तक जीसस विटनेसेस को दे रहा है, गवाहों को दे रहा है यहूदियों के सामने. लुक एट दिस विटनेसेस, देखो गवाहों को एंड बिलीव व्हाट आई एम सेइंग. ഞാൻ പറയുന്ന കാര്യങ്ങളെ ഈ സാക്ഷ്യങ്ങൾ നിമിത്തം നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. യേശു എന്തിനാണ് ഈ സാക്ഷ്യങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് അറിയാമോ? യേശു മസീഹ് गवाहों को क्यों दे रहा है मालूम है? वर्सेस 34 34ാമത്തെ വാക്യം നോക്കിക്കേ. യേശു മസീഹ് गवाहों को क्यों दे रहा है? not to prove that he is right, not to prove I have won the argument, ഞാൻ വാദത്തെ ജയിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയല്ല, അല്ല ഞാൻ അവരെ തോപ്പിച്ചടാ എന്ന് കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല. मैं उनको हरा दिया इसके लिए नहीं. 34 वचन में क्या लिखा है? मैं ये गवाहों को इसके लिए देता हूं ताकि तुम लोग सुने और क्या पाए? ഉദ്ധാർ പായ. നിങ്ങൾ കേട്ട് നിങ്ങൾ എന്തോ പ്രാപിക്കണം? രക്ഷിക്കപ്പെടാൻ വേണ്ടിയാ കർത്താവ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. तो हमने देखा पिता का विटनेस, एक ही पिता का मेन विटनेस, पिता का मेन विटनेस. वो पिता का विटनेस है 3 हिस्सों में हम लोग बांटते हैं. पिता इज द मेन विटनेस. वो पिता का मेन विटनेस के नीचे देयर आर 3 सब डिविजन विटनेसेस. ओके, പിതാവിൻ്റെ സാക്ഷ്യമുണ്ട്. പിതാവിൻ്റെ സാക്ഷ്യമാണ് പ്രധാനപ്പെട്ട സാക്ഷ്യം. എന്നാൽ ആ പിതാവിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ അതിനെ പിന്നെയും 3 ഡിവൈഡ് ചെയ്തു. നമ്പർ 1, പിതാ കാ നമ്പർ 1 ഗവായി കോൻ ഹെ? ഒന്നാമത്തെ സാക്ഷി ആരാ? വേഴ്സസ് 33 to 35 ജോൺ ദി ബാപ്റ്റിസ്റ്റ്. യോഹന്നാൻ സ്നാപകനാണ് ഒന്നാമത്തെ സാക്ഷി. ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഇസ് ദ ഫസ്റ്റ് വിറ്റ്നസ്. जॉन द बैप्टिस्ट इज द विटनेस ऑफ whom? किसका विटनेस है? परमेश्वर पिता का विटनेस है. പിതാവിന്റെ സാക്ഷിയാണ് ജോൺ. ചാപ്റ്റർ 1 വേഴ്സസ് 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒന്ന് പ്രിയപ്പെട്ടവർ നോക്കിക്കേ. एक अच्छे जरा पढ़िए हिंदी में. एक मनुष्य परमेश्वर की ओर से आ उपस्थित हुआ. तो യോഹന്നാ को किसने भेजा? परमेश्वर. ഒരു മനുഷ്യൻ ആരയച്ചു വന്നു? ദൈവത്താൽ അയച്ച ഒരു മനുഷ്യൻ വന്നു. ആരത്? യോഹന്നാൻ സ്നാപകൻ. അപ്പം ദൈവത്താൽ അയച്ച മനുഷ്യനാണ് ആ യോഹന്നാൻ. കിസ്കെ ലിയെ ആയ? 7 വേഴ്സസ്. എന്തിനാ വന്നത്? 7-ാം വാക്യം. गवाही देने आया. किसके लिए देने आया? गवाही देने के लिए. എന്തിനാ വന്നത്? സാക്ഷ്യം. സാക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എഴുന്നേറ്റ് കർത്താവ് എനിക്ക് കഴിഞ്ഞ ആഴ്ച വല്ലവനും നല്ലവനും ആയിരുന്നു, എനിക്ക് പനിയൊന്നും വന്നില്ല, ആക്സിഡൻ്റ് ഒന്നും വന്നില്ല, അതല്ല സാക്ഷ്യം കേട്ടോ. എന്താ സാക്ഷ്യം എന്നറിയാമോ? ജീസസിനെ കുറിച്ചുള്ള സാക്ഷ്യം. ആരാ ജീസസ് എന്നുള്ള കാര്യം പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയുക. അതിനാ ദൈവം തന്നെ അയച്ചത്. तो यीशु मसीह का गवाह देने के लिए, गवाही देने के लिए गवाह होकर कौन आया है? यूहन्ना आया है. गवाही देने का मतलब क्या है? परमेश्वर मेरे लिए पिछला हफ्ता अच्छा था, भला था, मुझे एक्सीडेंट से बचाया, मुझे बीमारी से बचाया, ये गवाही? नो. क्या गवाही? सच्चाई का गवाही देने के लिए, ट्रुथ का गवाही देने के लिए, जीसस का गवाही देने के लिए जॉन आया करके हमने देखा. ये गवाही के सामने लोग थोड़ा एक्साइटेड हो गया. जॉन को देखा तो लोग थोड़ा एक्साइटेड हो गया. യോഹന്നാ ने കണ്ടപ്പോൾ ആൾക്കാരൊക്കെ എക്സൈറ്റഡ് ആയി. क्योंकि क्या मालूम है? 400 ईयर से कोई आवाज ही नहीं सुन रहा है.
400 വർഷമായിട്ട് ഒരു ശബ്ദമില്ല. മലാക്കിക്ക് ബാദ് there is no voice. 400 years of silence. Suddenly एक अजीब कपड़ा पहन के, बेल्ट भी अजीब, खाना भी अजीब, डेजर्ट में एक आदमी चिल्ला कर पुकार रहा है. लोग एक्साइटेड हो गए. वो कौन है ये? मसीहा है क्या? हम लोगों को रोमन से छुड़ा देगा, हम लोग को रोमियो से छुड़ा देगा, हम लोग को स्लेवरी से छुड़ाएगा. बड़ा एक्साइटमेंट के साथ वो लोग आए. लेकिन जॉन के पास आए तो जॉन के मुंह से दो तीन बात ही आता है. रिपेंट जीसस, रिपेंट जीसस, किंगडम ऑफ गॉड. रिपेंट जीसस, किंगडम ऑफ गॉड. मैसेज सुना तो इंटरेस्ट गया. യോഹന്നാൻ സ്നാപകന്റെ ശബ്ദം കേട്ടപ്പോൾ ആൾക്കാർ ഭയങ്കര ഇൻട്രസ്റ്റോടെ കടന്നു വന്നു. എന്താ കാരണം അറിയോ? മലാക്കി ശേഷം 400 സംവത്സരം ഒരു ശബ്ദം കേൾക്കുന്നില്ല. ജനശബ്ദം കേൾക്കുന്നില്ല. ദൈവത്തിന്റെ സൈലന്റ് പീരീഡാ. ദൈവം ഒരു പ്രവാചകനെ അയക്കൊന്നും ചെയ്തില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ദൈവവചനമില്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ, ഇതാ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം. ആൾക്കാരങ്ങോട്ട് എന്ന് നോക്കിയപ്പോൾ ഒരു വിചിത്രമായിരിക്കുന്ന ഉടുപ്പ്, നമ്മളിടുന്ന പോലുള്ള ഉടുപ്പൊന്നുമല്ല. ബെൽറ്റ് വേറെ, തിന്നുന്നത് വേറെ, എല്ലാം ഒരു കോലം, ഒരു വല്ലാത്തൊരവസ്ഥയാണ്. യഹൂദന്മാർ നോക്കിയിട്ട് പ്രത്യാശയോടെ പറഞ്ഞു, മെഷിയാണോ, മെഷിയാണോ? ഞങ്ങളിൽ റോമൻസിൽ നിന്ന്, റോമാക്കാരിൽ ഞങ്ങളെ വിടുവിക്കുന്ന മെഷിയ കടന്നു വന്നിരിക്കുന്നുള്ള വളരെ പ്രത്യാശയോടെ തൻ്റെ അടുക്ക വന്നപ്പോൾ തൻ്റെ വായിക്കൂടെ വരുന്നത് ഒറ്റ ദൂതേ ഉള്ളൂ. എന്താ പറയുക? മാനസാന്തരപ്പെടണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാൻ. മെസ്സേജ് കേട്ടപ്പോൾ ഇൻട്രസ്റ്റേ പോയി. ആ വന്ന എക്സൈറ്റ്മെന്റ്, മെസ്സേജ് കേട്ടപ്പം एक्साइटमेंट പോയി. അത് ഞാൻ ചുമ്മാ പറയുന്നില്ല, അവിടെ എഴുതിയിട്ടുണ്ട്. मैं ऐसा नहीं बोल रहा हूँ, उधर लिखा है. देखिए जीसस क्या बोल रहा है. चैप्टर 5 वर्सेस 35, 5:35 നോക്കിയാട്ടെ. 5:35. वह तो जलता और चमकता हुआ दीपक था, वो जलता और चमकता हुआ दीपक था, और तुम्हें कुछ देर तक उसकी ज्योति में मगन होना अच्छा कुछ लगा. देर तक ज्योति में क्या हुआ? मगन होना. അല്പകാലത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? എന്താ എഴുതിക്കുന്നേ? അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. നിങ്ങൾ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു. थोड़ा टाइम के लिए जॉन का मैसेज में वो लोग क्या थे? इंटरेस्टेड. वो प्रेज लॉर्ड, प्रेज लॉर्ड, प्रेज लॉर्ड. लेकिन बाद हमेशा मुंह खोलेगा तो रिपेंटेंस ही आता है. वाह തുറന്ന മാനസാന്തരം വരൂ. इंटरेस्ट പോയി, इंटरेस्ट गया. पाप के बारे में बोल रहा है, इंटरेस्ट गया. तो थोड़ा टाइम के लिए इंटरेस्ट था, लेकिन उसके बाद चले गया. ग्रीक वर्ड में उधर मतलब है यू डिड नॉट एंड्योर फॉर एन आवर. 1 घंटा तुम लोग उसके उजाला में नहीं रुका. मतलब इट वॉज वेरी फोनी फेथ. इट वॉज नॉट रैडिकल फेथ. इट वॉज जस्ट स्किन डीप फेथ. मतलब गहराई नहीं था, ആഴത്തിലില്ലാത്ത ഒരു കമ്മിറ്റ്മെന്റുമായിട്ടാണ് യോഹന്നാന്റെ അടുക്ക വന്നേ. Now we are going to look at the second witness. രണ്ടാമത്തെ पिता का पहला विटनेस कौन है? जॉन द बैप्टिस्ट. सेकंड विटनेस क्या है? 36 वर्सेस. जीसस का वर्क्स, യേശുവിൻ്റെ പ്രവൃത്തികൾ. ജോൺ ഗോസ്പൽ, ഇതർ देखिए, യോഹന്നാൻ എഴുതിയ സുവിശേഷം മറ്റ് 3 സുവിശേഷത്തെക്കാൾ വ്യത്യസ്തമാണ്. यूहन्ना का सुसमाचार पहला 3 गॉस्पेल से डिफरेंट है. डिफरेंट इसके लिए है, जॉन गॉस्पेल में जॉन यीशु का सारा हीलिंग मिराकल्स को मेंशन नहीं करता. ही पिक एंड चूज सर्टेन मिराकल्स एंड हीलिंग. താന് യേശു ചെയ്ത എല്ലാ അത്ഭുതങ്ങളെ ഇവിടെ വിവരിക്കുന്നില്ല. താന് തെരഞ്ഞെടുക്കുകയാണ് ചില അത്ഭുതങ്ങളെ. എന്തിനാ തെരഞ്ഞെടുക്കുന്നത്? എന്താണ് ഉദ്ദേശം? നോക്കിക്കേ, 20-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ നോക്കിക്കേ. യേശു ചെയ്ത പ്രവൃത്തികളെ താൻ തെരഞ്ഞെടുക്കാനുള്ള ഉദ്ദേശം എന്താ? यीशु मसीह ने किए हुए कामों को, नहीं तो मिराकल्स को, वर्क्स को पिक एंड चूज करने का रीजन क्या है? चैप्टर 20 वर्सेस 30 एंड 31, 30-31. यीशु ने और भी बहुत से चिन्ह चेलों के सामने दिखाए. हाँ, यीशु ने और भी किए. യേശു ഇനിയും ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുണ്ട്. लेकिन जो इस पुस्तक में लिखे नहीं गए. इस पुस्तक में नहीं लिखा है वो सब. അതൊന്നും ഇവിടെ
എഴുതിയിട്ടില്ല. ആകെ परंतु ये इसलिए लिखे गए हैं परंतु ये इसके लिए लिखे गए कि हैं तुम विश्वास करो कि तुम विश्वास करो कि यीशु ही परमेश्वर का यीशु पुत्र ही परमेश्वर है, का पुत्र मसीह है, हाँ। और विश्वास करके विश्वास करके उसके नाम से जीवन पाओ। उसके नाम से तुम लोग क्या पाओ? तो यीशु मसीह ने हीलिंग क्यों किया? ताकि हीलिंग पाया हुआ व्यक्ति जीसस का ट्रू आइडेंटिटी विश्वास कर कर जीवन पाने के लिए. So miracles are the signboard that indicates towards Jesus. അത്ഭുതങ്ങൾ ഒരു ചൂണ്ട് പലകയായിട്ട് യേശുവിൻ്റെ അടുക്കലേക്ക് നമ്മളെ എന്ത് ചെയ്യാണ്? കൊണ്ടുപോവുകയാണ്. Are you understanding this? So healing मिला हुआ व्यक्ति they should come where? किधर आना चाहिए? अद्भुतम किटियाल एवढा वरणम जीसस लड़का वरणम. अभी आप लोग अजमान से आ रहे हैं, अजमान निगोटे वरिगा बोर्ड देखा यूनियन चर्च 2 किलोमीटर्स के बाद यूनियन चर्च 2 किलोमीटर कहीं में यूनियन चर्च बोर्ड. क्या हम में से कोई वो बोर्ड के नीचे जाके बैठ के बोलेंगे हाँ हॉल नंबर 8 में पहुंच गया? ആ ബോർഡിന്റെ കീഴിൽ വന്നിട്ട് നമ്മൾ പറയോ ഹാ ഹോൾ നമ്പർ 8 നമ്മൾ എത്തി, യൂണിയൻ ചർച്ച് എത്തി പറയൂ? ഇല്ല. ആ ബോർഡ് ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്തിൽ എത്തുന്ന വരെ ആ ബോർഡ് എന്തിനാ വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം പൂർണ്ണമാകുന്നില്ല. वो बोर्ड किसके लिए वहां पर रखा है? ताकि आपको बोर्ड के नीचे बैठकर यूनियन चर्च में आया बोलने के लिए नहीं, वो बोर्ड जिधर इशारा कर रहा है उधर लेके जाने के लिए उसको वहां पर रखा है. तो जीसस का मिरेकल, द मिरेकल्स ऑफ जीसस इज नॉट जस्ट टू make you curious, to make you surprised. നമ്മളെ അത്ഭുതപ്പെടുത്താൻ, നമ്മളെ ക്യൂരിയോസിറ്റി മാറ്റാനല്ല. ജീസസ് का हीलिंग, जीसस का पर्सन और जीसस किसके लिए है उसमें हमको लेके आने के लिए. Hebrews chapter 2 verses 4. എബ്രായ ലേഖനം 2:4. Why God did miracles, why God does miracles. യേശു അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ട് അത്ഭുതം ചെയ്യുന്നത്? Hebrews chapter 2 verses 4. और साथ ही परमेश्वर भी अपना इच्छा के अनुसार चिन्हों और अद्भुत कामों और नाना प्रकार के सामर्थ्य के कामों और पवित्र आत्मा के वरदानों के बांटने के द्वारा इसकी गवाही देता रहा. तो परमेश्वर का वचन को स्थिर करने के लिए परमेश्वर क्या किया? चिन्हों को और अद्भुतों को क्या किया? परमेश्वर ने करता रहा. നമുക്ക് ഉറപ്പിച്ച് തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? അടുത്തത് മൂന്നാമത്തെ വാക്യമാണ് മലയാളത്തിൽ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീരപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകി കൊണ്ട് സാക്ഷ്യം നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു. അപ്പം അത്ഭുതം ചെയ്യുന്നത് എന്തിനാ? ഈ യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം നമ്മളിൽ ഉറപ്പിക്കാനാണ് അത്ഭുതം കർത്താവ് ചെയ്യുന്നത്. यीशु के बारे में जो गवाही है, यीशु कौन है करके जो गवाही है, उसको पक्का करने के लिए परमेश्वर ने मिरेकल और वर्क्स को किया. हालेलुया. मैं आज बहुत यूट्यूब में बहुत चर्चेस देखता हूँ, चर्च ऑफ मिरेकल्स, अद्भुतത്തിന്റെ സഭ. लेकिन जीसस के बारे में उधर प्रचार ही नहीं है. यीशु ने कुछ അവിടെ പറയുന്നില്ല. जीसस क्या देगा बोला है, जीसस कौन है करके नहीं बताया है. യേശു എന്താ നൽകുന്നെന്ന് പറയും, യേശു ആരാന്ന് പറയുന്നില്ല. Miracles are just a signboard to take you to Jesus. Okay. अभी कुछ लोग बोलते हैं जॉन गॉस्पेल में 7 miracles है. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 7 मिराकल ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഞാൻ എണ്ണിയപ്പോൾ 7 കൂടുതലുണ്ട്. मैंने जब गिना तो 7 से ज़्यादा है. आज 7 तो 8 देखने के लिए टाइम नहीं है, जल्दी जल्दी देखेंगे हम लोग. नंबर 1 मिराकल, ഒന്നാമത്തെ अड़यालम. फर्स्ट मिराकल कौन सा है? संडे स्कूल में बच्चों लोग को पूछा विच इज द फर्स्ट मिराकल जीसस डिड? नो, दैट इज नॉट द फर्स्ट मिराकल. व्हाट इज द फर्स्ट मिराकल? फर्स्ट मिराकल इज the word became flesh. The first miracle is पीटर का बोट को परमेश्वर ने फिशों से भर दिया, मछलियों से भर दिया. പത്രോസിന്റെ പടകിനെ മീൻ കൊണ്ട് നിറച്ചാണ് ആദ്യത്തെ അത്ഭുതം. लेकिन इधर ब्रदर, इधर चैप्टर 2 में लिखा है ना,
काना का जो परमेश्वर ने पानी को दाकरस में बदला, फर्स्ट साइन जॉन गॉस्पल का फर्स्ट साइन है, जीसस का फर्स्ट मिरेकल ने करके नहीं बोला है. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ ആദ്യത്തെ അടയാളമാണ്. യേശു ചെയ്ത ആദ്യത്തെ അടയാളം എന്നല്ല പറഞ്ഞത്, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യേശു ചെയ്ത ആദ്യത്തെ അടയാളം. तो फर्स्ट साइन जरा देखे, व्हाट इज द मैसेज ऑफ दिस साइन. ये साइन का मैसेज क्या है? ഈ അത്ഭുതത്തിന്റെ मैसेज എന്താണ്? मुझे डिटेल में जाने की जरूरत नहीं है. जाने की जरूरत है. यीशु मसीह ने पानी को वाइन में बदला. अभी बहुत सारे क्रिश्चियंस लोग बोलते हैं दारू पी सकता है क्योंकि यीशु ने अच्छा फर्स्ट क्लास बना के दिया, तो हम लोग भी उसके लिए नहीं मिराकल दिया. യേശു കർത്താവ് നല്ല ഫസ്റ്റ് ക്ലാസ് വീൻ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമുക്കും ഉണ്ടാക്കി കുടിക്കാമെന്ന് പലരും പറയുന്നുണ്ട്. അതുകൊണ്ടല്ല ഈ അത്ഭുതം ചെയ്തത്. ഈ അത്ഭുതം ചെയ്തതിൻ്റെ ഒരു കാരണമുണ്ട്. चैप्टर 1 में जीसस को क्रिएटर करके जॉन बता रहा है. യേശു സൃഷ്ടികർത്താവെന്ന് ഒന്നാം അധ്യായത്തിൽ യോഹന്നാൻ പറയുക. ഹാവ് യു നോട്ടീസ് ദിസ്? വേഴ്സസ് 3, മൂന്നാമത്തെ വാക്യം നോക്കിക്കേ. ചാപ്റ്റർ 1 വേഴ്സസ് 3, 1-3. All things came into being through him, and without him nothing came into being that has come into being. യേശു മസീഹ് कौन है? സൃഷ്ടികർത്ത. യേശു കർത്താവ് ആരാണ്? സൃഷ്ടികർത്താവാണ്. ഓക്കെ, നൗ ഓപ്പൺ യുവർ ബൈബിൾ. വി ആർ ഗോയിങ് ടു ഡു സം കൗണ്ടിങ്. നമ്മൾ ചില കൗണ്ടിങ് ചെയ്യാൻ പോവുക. ഓക്കെ, 19 വേഴ്സസ്, 19-ാമത്തെ വാക്യം നോക്കിക്കേ. ചാപ്റ്റർ 1 വേഴ്സസ് 19. This is the testimony of John when the Jews sent to him priests and Levites from Jerusalem to ask him, who are you? This is day 1. This is day 1. ഒന്നാമത്തെ ദിവസമാണ് 19-ാമത്തെ വാക്യം. അയ്യോ ബ്രദറെ, ഏതെങ്കിലും വാക്യം എടുത്ത് ഒന്നാമത്തെ ദിവസം എങ്ങനെ പറയാൻ കഴിയുന്നത്? 29-ാമത്തെ വാക്യം നോക്കിക്കേ. 29 വേഴ്സസ് देखिए, पढ़िए जरा 29 വേഴ്സസ്. दूसरे दिन. तो पहला दिन कौन सा है? 19 വേഴ്സസ് അല്ലേ? മലയാളത്തിൽ എങ്ങനെ 29-ാമത്തെ വാക്യം? പിറ്റേന്നാൾ. അപ്പൊ ആദ്യത്തെ നാളേതാ? 19-ാമത്തെ വാക്യമാണ് ആദ്യത്തെ. ഫസ്റ്റ് ഡേ 19. സെക്കൻഡ് ഡേ കോൺസാ है 29. തേർഡ് ഡേ വേഴ്സസ് 35, 35-ാമത്തെ വാക്യം. दूसरे दिन फिर यूहन्ना. दूसरे दिन. अभी कितना दिन हो गया? 1, 2, 3. Come to verses 40, 40-ാമത്തെ വാക്യം. उन दिनों में से जो यूहन्ना की बात सुनकर यीशु के पीछे हो लिए थे, एक शमौन पतरस का भाई अंद्रियास था. उसने पहले अपने सगे भाई शमौन से मिलकर उससे कहा, हमको क्रिस्त अर्थात मसीह मिल गया. ओके, दिस इज द 4th डे. ഇത് 4-ാമത്തെ ദിവസമാണ്. എങ്ങനെ 4-ാമത്തെ ദിവസം? क्योंकि 3rd डे में जब जीसस के पास ये लोग आए, वो लोग पूरा दिन यीशु के साथ था. देखो वर्सेस 39. യേശുവിൻ്റെ കൂടെ 3-ാമത്തെ ദിവസം ശിഷ്യന്മാർ വന്നപ്പോൾ ആ ദിവസം മുഴുവനും യേശുവിൻ്റെ കൂടെ ഇവരെന്ത് ചെയ്തു? പാർത്തു. 39-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 39 വേഴ്സസ് में हम लोग देख सकते हैं, they stayed with him that day. आ ദിവസം അവർ പാർത്തു. तो पीटर ने जाकर अपने भाई को बोला, वह दूसरा कौन सा दिन है? इट इज द नेक्स्ट डे. അത് അടുത്ത ദിവസമാണ്. तो कितने दिन हो गए? 4 डे. अभी आएंगे वर्सेस 43, 43-ാമത്തെ വാക്യം. दूसरे दिन यीशु ने गलील को जाना चाहा. The next day he purposed to go. कितने दिन हो गए? 5. Now come to chapter 2 verses 1. 2-1 വരാം. फिर तीसरे दिन. कितने हो गए? 5, 6, 7. On the 8th day ये miracle हुआ है. 8-ാമത്തെ ദിവസം ഈ അത്ഭുതം നടക്കുക. What is this? John यहाँ पर deliberately जीसस का फर्स्ट वीक को एक्सप्लेन कर रहे हैं. യേശുവിൻ്റെ ആദ്യത്തെ ഒരാഴ്ചത്തെ ആ അനുഭവത്തെ അല്ലെങ്കിൽ ആ ഒരാഴ്ചത്തെ കാര്യത്തെ ഇവിടെ വർണ്ണിക്കുകയാണ്. ടു ഷോ യു ദാറ്റ് जिस तरह पानी को परमेश्वर यीशु मसीह ने वाइन में बदला, he has come to create a new creation. എങ്ങനെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയോ, സൃഷ്ടിപ്പ് നടത്തിയ കർത്താവ് 6 ദിവസം കൊണ്ട് സകല ഭൂമിയെ സൃഷ്ടിച്ചു. 6 दिन में सारे सृष्टि को बनाया. उस बनाए हुए परमेश्वर ने, वही परमेश्वर he has come to give us a new creation. अगर आप जॉन चैप्टर 20 वर्सेस 1 में आएंगे, അപ്പോസ്തലൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നോക്കിക്കേ. 20-ന്റെ 1 നോക്കിക്കേ.
सप्ताह के पहले दिन सप्ताह के पहले दिन. Now the first day of the week. What does that mean? John is telling the new creation has already come. The new creation has already, God has begun. Jesus resurrected and we have the new creation through the resurrection of Jesus Christ. 20-1 മലയാളത്തിൽ ഒന്ന് വായിച്ചാട്ടെ. ആഴ്ചവട്ടത്തിന്റെ ഒന്നാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ആ സൃഷ്ടിപ്പ് നടത്തി, പുതിയ സൃഷ്ടിപ്പ്, പുതിയ ആരംഭം, ന്യൂ ബിഗിനിങ് കർത്താവ് ചെയ്തു എന്ന് യേശുക്രിസ്തുവിന്റെ മരണത്താൽ പുതിയ ആരംഭം ദൈവം ചെയ്തു എന്നുള്ള സന്ദേശമാണ് ഇവിടെ യോഹന്നാൻ കൊടുക്കുന്നത്. സോ ചാപ്റ്റർ 1 में 7 days, ചാപ്റ്റർ 20 में the new beginning. That is a message. അതാണ് ഇവിടുത്തെ മെസ്സേജ്. तो पानी को वाइन में बदला, दारू पीने के लिए नहीं है वो. पानी को वाइन में बदलने का मतलब ये है God has come to create new creation, brothers and sisters. പുതിയ സൃഷ്ടിയായ എന്നെ നിങ്ങളെ കർത്താവ് പുതിയ സൃഷ്ടിയാക്കുവാൻ വേണ്ടിയാണ് ദൈവം വന്നതെന്നാണ് ഒന്നാമത്തെ അടയാളം പഠിക്കുന്നത്. സി, സോ ജീസസ് के पास हम लोग आने के लिए. नंबर 2, രണ്ടാമത്തത് चैप्टर 4 में हम लोग आएंगे. जल्दी आएंगे, समय अपने सामने भाग रहा है. चैप्टर 4 में 4-ാം അധ്യായത്തിലേക്ക് വരാം. ഒരു രാജ്യഭൃത്യൻ്റെ മകനെ കർത്താവ് സൗഖ്യമാക്കുന്നു. ചാപ്റ്റർ 4 വേഴ്സസ് 46 ഓൺവേർഡ്സ്, 46 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. यू नो, ये आदमी हम लोग के जैसा नहीं है. यीशु मसीह ने उसको बोला तू जा, तेरा बेटा ठीक हुआ है. उसका 50 जरा देखे എന്താ അവനോട് പറഞ്ഞത്? നീ പൊക്കൊള്ളുക, നിന്റെ മകൻ എന്ത് ചെയ്തിരിക്കുന്നു? ജീവിച്ചിരിക്കുന്നു. वो क्या किया? यीशु ने उससे कहा जा तेरा पुत्र जीवित है. जा तेरा पुत्र क्या हुआ है? जीवित है. उस मनुष्य ने यीशु की कही हुई बात की प्रतीति की. उसने यीशु ने बोला हुआ बात को उसने क्या किया? विश्वास. യേശു പറഞ്ഞ കാര്യം എന്ത് ചെയ്തു? विश्वसित उड़ने വീട്ടിൽ പോയെന്നല്ല എഴുതിയിരിക്കുന്നത്. विश्वास किया हुआ बंदा चेक करने के लिए घर गया करके नहीं लिखा है. उसका 50 वचन देखे, 50 वचन. वो घर नहीं गया उस दिन और चला गया. हाँ, प्रतीति की और चला गया. हाँ, वो मार्ग में ही था कि उसके दास उससे आ मिले. हाँ, और कहने लगे तेरा लड़का जीवित है. हाँ, उसने उनसे पूछा किस घड़ी वे अच्छा होने लगा? ये कब हुआ? हाँ, उन्होंने उससे कहा कल 7वें घंटे में. तो कल मैं घर नहीं गया. ये ഇന്നലെ നമ്മളായിരുന്നെങ്കിൽ ഉടനെ ഒരു ഓട്ടോ പിടിച്ച് പെട്ടെന്ന് പോയേനെ. കർത്താവ് പറഞ്ഞാൽ ശരിയാണോ ഒന്ന് നോക്കിയേനെ. परमेश्वर ने बोला हुआ सच्चाई के देखने के लिए जल्दी गाड़ी पकड़ के इसने परमेश्वर का वचन पर विश्वास किया. उस दिन घर नहीं गया. नेक्स्ट डे लोगों ने आकर बोला अरे बेटा चंगा हो गया. कब हुआ? यस्टरडे. तब उसने कैलकुलेट किया. क्या कैलकुलेट किया? എന്താ കാൽക്കുലേറ്റ് ചെയ്തത്? तब पिता जान गया कि ये उसी घड़ी हुआ जिस घड़ी यीशु ने उससे कहा. യേശു പറഞ്ഞ ആ സമയത്ത് ആ സൗഖ്യമായി എന്ന് ടൈം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായി ഈ മനുഷ്യൻ ദൈവ വചനത്തെ വിശ്വസിച്ചത് കണ്ടോ പ്രിയരെ? ഈ आदमी ने परमेश्वर के वचन पर कैसा विश्वास किया जरा देखे. He believed the word of Jesus. यीशु मसीह का वचन में अथॉरिटी है. There is authority in the words of Jesus. कितना भी दूर है तो भी by the word he can heal the person. There is authority in God's word. ദൈവത്തിന്റെ യേശുവിന്റെ വചനത്തിൽ അധികാരമുണ്ട്. നമ്പർ 3, മൂന്നാമത്തെ അടയാളം ചാപ്റ്റർ 5, 5-ാം അധ്യായം. उसको डिटेल में बोलने की जरूरत नहीं है. क्यों कि यीशु मसीह ने എന്തിനാ ഈ അടയാളം ചെയ്തത്? To show people that I am co-equal to the Father. ഞാൻ പിതാവിനോട് തുല്യനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ചെയ്തതാണ് മൂന്നാമത്തെ അടയാളം. मैं पिता का तुल्य है, मैं और पिता एक है कर कर दिखाने के लिए किया हुआ तीसरा मिरेकल है चैप्टर 5. चैप्टर 9 में जरा आइए. 9-ാം അധ്യായത്തിലേക്ക് 6-ാം അധ്യായത്തിലേക്ക് വരാം. चैप्टर 6 में आइए. चैप्टर 6 में मिरेकल क्या है? 6-ാം അധ്യായത്തിൽ മിറാക്കിൾ എന്താ? 5 അപ്പം കൊണ്ട് 2 മീനിന് എത്ര പേരെ പോഷിപ്പിച്ചു? He gave food to 5,000 people with 5 bread and 2 fishes. What is the message here? What is the message? Message is Jesus is the heavenly manna. Jesus is the bread who has come to give life.
ജീവൻ നൽകുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ് യേശു. ദാറ്റ് ഇസ് എ മെസ്സേജ്. स्वर्ग से उतर के आया हुआ जीवन का रोटी है, ताकि जो कोई उसे खाए उसे क्या मिले? जीवन मिले. डिड यू सी दैट? तो कुब्बूस खा के जाएगा तो जीवन मिलेगा? कुब्बूस കഴിച്ചു പോയാൽ ജീവൻ കിട്ടുമോ? जीसस ने कुब्बूस दिया. ओ प्रेज लॉर्ड, अच्छी बात है. लेकिन जीसस के पास जाना जीवन मिलने के लिए, ജീവൻ കിട്ടാൻ വേണ്ടി യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലണം. നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ 9, 9-ാം അധ്യായത്തിലേക്ക് വരാം. Chapter 9. Chapter 9 is fully dedicated to one person. 9-ാം അധ്യായം ഒരു മനുഷ്യന് വേണ്ടി മാത്രമാണ്. പിറവിയിലെ അന്ധനായിരിക്കുന്ന ഒരു മനുഷ്യന്. Man with born blind. जन्म से एक अंधा व्यक्ति को यीशु मसीह ने क्या किया? चंगा किया. What is? किसके लिए? आप लोग बोलिए, किसके लिए यीशु मसीह ने मिराकल किया? ये समझाने के लिए दुनिया में पाप में गिरे हुए सारे लोग आत्मिक तौर से अंधा है. मैं फिजिकल आंखें खाली खोलने के लिए खाली नहीं आया हूं, बल्कि आत्मिक आंखों को भी खोलने के लिए मैं आया हूं. दैट इज अ मैसेज. ലോകത്തിൽ പാപത്തിൽ ജനിക്കുന്ന സകലരും ആത്മീകമായി അന്ധരാണ്. പിറവിയിലെ അന്ധനെ പോലെ പിറവിയിലെ നമ്മളെല്ലാവരും ആത്മീകർ അന്ധരാണ്. അല്ലാതെ കോളേജിൽ പോയപ്പോഴാണ് അന്ധരായത്. पिरवीले നമ്മൾ അന്ധരാണ്. कॉलेज में जाने के टाइम नहीं अंधा हुआ. ये आदमी के जैसा बचपन से ही जैसे माँ के कोख में पैदा हुआ, हम लोग अंधे स्पिरिचुअली ब्लाइंड थे. लेकिन यीशु मसीह ने हमारे आत्मिक आंखों को खोला. इसके लिए प्रभु को धन्यवाद करेंगे. നമ്മുടെ ആത്മീക കണ്ണിനെ കർത്താവ് തുറക്കണം. കർത്താവ് തുറന്നെങ്കിലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. परमेश्वर खोलेगा तो ही हम लोग क्या कर सकते हैं? देख सकते हैं. प्रेज़ द लॉर्ड. हालेलुया. हम लोग जब ये रूम में सोते हैं तो एक छोटा सा लाइट ऑन होता है. कल तो पूरा अंधेरा था, एक बूंद लाइट भी नहीं था. मैं जैसे उठा, मुझे नहीं पता पैर किधर रखना है. पैर रखेगा तो इसके ऊपर पैर रखेगा क्या, किसके ऊपर पैर रखेगा, मुझे कोई आइडिया नहीं है. तुरंत मैंने मोबाइल लेके लाइट ऑन किया. आँख है तो भी नहीं दिख रहा है ना, आँख है तो दिखना है तो लाइट की जरूरत है. इसी तरह बाहर का आँख है तो आत्मिक बातें नहीं दिखेगा. परमेश्वर का उजाला हमारे अंदर आएंगे तो ये आत्मिक बातें दिखेंगे हमें. आर यू अंडरस्टैंडिंग दिस? മലയാളി ദൈവമക്കൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇരുട്ടിൽ കണ്ണുണ്ടെങ്കിലും കാണത്തില്ല ഇല്ലേ? എങ്ങനെ നടക്കുന്നത്? ഇങ്ങനെ നടക്കുന്നത്. കണ്ണുണ്ടല്ലോ, പിന്നെന്താ തപ്പി നടക്കുന്നത്? ഇരുട്ടിൽ കാണണമെങ്കിൽ വെളിച്ചം വരണം എന്നതുപോലെ ആത്മീക ഇരുട്ട് കണ്ണിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മിടുക്കും കൊണ്ട് ആത്മീക കാര്യം കാണാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് വെളിച്ചം കണ്ണിൽ തന്നെങ്കിൽ മാത്രമേ ഇത് കാണാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ്. അടുത്തത് അഗല चैप्टर 11. कितना हो गया अभी टोटल? 5 हुआ है या 5 6 नेक्स्ट 6 चैप्टर 11 रेजिंग ऑफ लाजरस. ലാസറിനെ ഉയർപ്പിച്ചു. വാട്ട് ഈസ് എ മെസ്സേജ്? എന്താണ് എൻ്റെ മെസ്സേജ്? സിമ്പിൾ. വാട്ട് ഈസ് എ മെസ്സേജ്? जीसस इज एबल टू गिव लाइफ. खाली ऐसा बोला नहीं, करके दिखाया. കേവലം പറഞ്ഞില്ല, കല്ലറയിൽ ഇരിക്കുന്ന ഒരുവനെ ഉയർപ്പിച്ച ശക്തിയാണ് കർത്താവിൻ്റെ ശക്തി. लाजरस के कब्र के सामने आकर क्या बोला यीशु मसीह ने? अरे बाहर आ बोलेगा तो सब लोग बाहर आता था, लेकिन नाम लेके बोला लाजरस. प्रेज़ द लॉर्ड. ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ മാത്രം പുറത്തു വന്നു. അകത്ത് ഒത്തിരി പേര് കിടപ്പുണ്ട്. പേര് ചൊല്ലിയാ വിളിച്ചത്. ऐसा है तो इधर बैठे हुए हर एक लोगों का नाम बुलाकर परमेश्वर ने बाहर लेके आया है. He called your name. नहीं तो हम लोग खुद उठ के नहीं आते. लासर तू थोड़ा ट्राई कर, आएगा. നീ ഒന്ന് ട്രൈ ചെയ്തേ വെളി വരാൻ. थोड़ा ट्राई कर, होएगा. नो. അവനെ വെള്ള ഷർട്ടിട്ടാലും वरान पद्धतिल्ला, क्लीन शेव इधर वरान पद्धतिल्ला, उसको सफ़ेद कपड़ा पहनेगा तो भी नहीं आएगा, क्लीन शेव करेगा तो भी, हाथ में बाइबल देगा तो भी नो. जीसस शुड गिव हिम लाइफ. यीशु അവന് ജീവൻ കൊടുത്തെങ്കിലേ വരാൻ പറ്റത്തുള്ളൂ. यीशु मसीह उसको जीवन देगा तो वो बाहर आ सकता है, नहीं तो कब्र के अंदर ही रहेगा.
That is a message. The greatest of all works. ഈ പ്രവൃത്തികളേക്കാൾ ഏറ്റവും വലിയ പ്രവൃത്തി ഏതെന്നറിയാമോ? What is it? Chapter 20. യേശു മസി മരുവ മെസ്സേ ജീവുട്ട. യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. आज हम लोग यहाँ पर संडे इसके लिए आए मालूम है? किसके लिए आए मालूम है? क्योंकि हमारा यीशु मसीह जिंदा है, इसके लिए आए हैं. यीशु मसीह मरा खाली नहीं, यीशु मसीह दोबारा आएगा कर कर विश्वास करने के लिए विश्वास किए हैं मैं आप लोग. इसके लिए हम लोग इकट्ठा कर कर परमेश्वर को धन्यवाद करने के लिए आए हुए. യേശു മരിച്ചെന്ന് മാത്രമല്ല, യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം അതല്ലേ ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ നമ്മളെ കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു മസീഹ് ജിന്ദാ ഹുവാ. what is the implications? യേശു ഉയർത്തെഴുന്നേറ്റു, അതിന് എനിക്കെന്താ ലാഭം? മുझे क्या लाभ है? യേശു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും നമ്മുടെ പാപത്തിൽ തന്നെ ഇരുന്നേനെ. यीशु मसीह मरे हुए में से जी नहीं उठता, हम लोग अपने पाप में ही रहते थे. यीशु मसीह जी उठा, इसका मतलब यह है कि परमेश्वर पिता ने यीशु का सैक्रिफाइस को एक्सेप्ट किया, उनको मरे हुए में से जी उठाया. इसके लिए मेरे और आप लोग का पाप की क्षमा हमको मिला. നമ്മുടെ പാപക്ഷമ ലഭിച്ചത് എന്താ കാരണം? യേശുവിൻ്റെ യാഗമരണത്തെ കർത്താവ് സ്വീകരിച്ചു. അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടല്ലേ മരിച്ച കർത്താവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. ये रिजरेक्शन का पावर है ना. हम लोग पेंटिकॉस्ट लोग सोचते कि बहुत ज़्यादा आवाज़ करेगा तो पावर है करके, ഒത്തിരി ശബ്ദം വെക്കുന്നതല്ല പവർ നമ്മൾ ചിന്തിക്കുന്നത്. रिजरेक्शन का पावर इट इज़ वेरी साइलेंट. किसी को भी नहीं पता चला. वेरी साइलेंट. वो पावर वहाँ पर कब्र में काम किया. मरे हुआ यीशु मसीह उसमें से बाहर आया हुआ. रिजरेक्शन का पावर आप लोगों के अंदर आज सुबह पवित्र आत्मा वो रिजरेक्शन का पावर देने दो. मे द लॉर्ड गिव यू लाइफ टुडे. हालेलुया. ബഹളം വെക്കുന്ന ശബ്ദമല്ല അത്, അതിൽ ജീവൻ നൽകുന്ന ശബ്ദമാണ്. ശാന്തമായി ആ കല്ലറയിൽ നിന്ന് മരിച്ച യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്ന് ശാന്തമായി നടന്ന കാര്യമാണ്. പരിശുദ്ധാത്മാവ് ശാന്തമായി നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഈ കാര്യം ഇന്ന് പകൽക്കാലം പ്രവർത്തിക്കട്ടെ. ഈ വചനം സംസാരിക്കുമ്പോൾ തന്നെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം മരിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ ഉയർപ്പിക്കുമാറാകട്ടെ. ലാസ്റ്റ് ചാപ്റ്റർ 21 വേഴ്സസ് 12 to 14. 21 അധ്യായം അതിൻ്റെ 12 തൊട്ട് 14 വരെയുള്ള വാക്യം. वो भी जरा पढ़ेंगे फिर हम लोग बंद करेंगे. 21 12 തൊട്ട് 14. चैप्टर 21 verses 12 to 14. यीशु ने उनसे कहा, आओ भोजन करो. कम एंड हैव ब्रेकफास्ट. एक मिनट, ये लोग को ब्रेकफास्ट देने के लिए इन लोग को कोई लायक है? यीशु मसीह को गार्डन में अकेला छोड़ के भाग गया. क्रॉस में नहीं था, एक भी था साथ पास में, एक भी पास में नहीं. जीसस जी उठा करके विश्वास किया, नहीं. इनको ब्रेकफास्ट दिया. ये ब्रेकफास्ट देने का मतलब क्या है? कम. तुम लोग मुझे छोड़कर गए ना, कम, हैव फेलोशिप विथ मी, हैव फेलोशिप विथ मी. यू हैव ब्रोकन द रिलेशनशिप by your ways, by your sin. I am not going to reject you. Come, have food with me, dine with me, have friendship with me. എന്നോട് നീ ഒന്ന് ചേർന്ന് എൻ്റെ അടുക്കലൊന്ന് വാ, ഞാനും നീ ഒന്ന് ഇരിക്കാം. നിൻ്റെ പാപം, നിൻ്റെ ജീവിതം ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നീങ്ങിപ്പോയതാ, മനസ്സിലായി? നിന്നെ തള്ളിക്കളയുവാനല്ല ഞാൻ വന്നിരിക്കുന്നത്. നീ വാ, കം, I will sit with you. Revelation chapter 3 लवोदिकस कलीसिया से बोलता है, मैं द्वार पर आकर खटखटाता हूँ, कोई मेरे आवाज़ को सुनकर द्वार खोलेगा, मैं और वो we will dine together. See, that is the call. ലവോദിക്ക സഭയോട് പറയുകയാണ്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. നമ്മൾ പറയുന്നത് സുവിശേഷം ജാതികളോടൊക്കെയാണ് പറയുന്നത്, ജാതികളോടല്ല സഭയോടാണ് പറയുന്നത്. ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് ആരിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടെയും അവൻ എന്നോടുകൂടെയും അത്താഴം കഴിക്കും. ഫെലോഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്. आई हैव कम टू रिस्टोर यू पीटर. ये संडे कितने लोग आज यहाँ पर अपने पाप के कारण, अपने जिंदगी के चाल चलन के कारण दुखी होकर यहाँ पर बैठा है. वो आई हैव ब्रोकन द रिलेशनशिप विद द लॉर्ड.
Don't worry, he has come to mend that relationship. He's calling you. Come, brother. Come, sister. He's calling you. Sit with him. Have fellowship with him. Have friendship with him. അവനോട് കൂട്ടായ്മ ആചരിക്കുക. അവനോട് സ്നേഹബന്ധത്തിലേക്ക് കർത്താവ് വിളിക്കുകയാണ്. He is not condemning you. He is not telling you, oh, you are not worthy. You don't come to me. No, he's not saying, yes, we have done all things that should be judged and condemned. But he's calling you to come and sit with you. That is the first lesson. Second lesson क्या मालूम है? जीसस मर गया कर लोग सोच के इन लोग ने बोला अभी हम लोग को अपना काम क्या करना पड़ेगा? पुराना बिजनेस को वापस जॉन ने बोला, जॉन तेरा बोट काली है. हाँ, मुझे ऐसा थोड़ा क्लू मिला था कि यीशु जाने वाला है, इसलिए मैंने पिछले दिन थोड़ा तेल विल सब लगा के ഇച്ചിരി എണ്ണയൊക്കെ പുരട്ടിട്ടൊക്കെ ഞാനിങ്ങനെ പടകൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കറുത്ത എനിക്ക് ഇച്ചിരി സൂചന ഉണ്ടായിരുന്നു കർത്താവ് ഇങ്ങനെ പോകുന്നു പഴയ ബിസിനസ്സിലേക്ക് നമുക്ക്. അല്ലെ പിന്നെ എങ്ങനെ ബ്രദറെ കാര്യം നടക്കുന്നത്? പുരാണ ബിസിനസ് में नहीं जाएगा तो काम कैसे चलेगा ब्रदर? फ्यूल राइस बढ़ गया, जॉब गया, जॉब में प्रॉब्लम, आधा सैलरी कट किया, कैसा जाएगा ब्रदर? God is the one who provides. God is the one who provides. Brothers and sisters, God is the one who provides. Don't worry. ഭാരപ്പെടേണ്ട ആവശ്യമില്ല, വിചാരപ്പെടേണ്ട ആവശ്യമില്ല. സാഹചര്യം എങ്ങനായാലും, സിറ്റുവേഷൻ കൈസാ ബി ഹോ, ഡു യു ബിലീവ് ദാറ്റ് ഇൻ എവറി സിറ്റുവേഷൻ God will lead me and he will provide for me. കർത്താവ് എനിക്ക് വേണ്ടി കരുതും. അതാണ് ഈ അവസാന അടയാളം നമ്മളെ പഠിപ്പിക്കുന്നത്. ആഖിർ കാ യേ സൈൻ ഹമേ യേ സിഖാതാ ഹൈ, നോ മാറ്റർ വാട്ട് ഇസ് ദ സിറ്റുവേഷൻ, ഇറ്റ് ഈസ് നോട്ട് യുവർ ബോട്ട്, ഇറ്റ് ഈസ് നോട്ട് യുവർ നെറ്റ്, ഇറ്റ് ഈസ് മീ ഹു പ്രൊവൈഡ്സ്. നിന്റെ പടകോ നിന്റെ വലയോ അല്ല, ഞാനാണ് നിനക്ക് വേണ്ടി കരുതുന്നവൻ. നിനക്ക് എത്ര പടകൊണ്ടെന്ന് പറഞ്ഞാലും പത്രോസേ, മീനകത്ത് വരണമെങ്കിൽ ഞാൻ കൃപ ചെയ്യണം. തുझे कितना भी बड़ा ऑफिस हो, तेरा कितना भी बड़ा काम हो, कितना भी बड़ा सैलरी हो, कितना भी बड़ा जॉब हो, कितना भी चीज हो, प्रोविडेंस मैं सोचेगा तो ही मेरा कृपा से प्रोविडेंस होगा. It is not in your status, it is not in your qualification, it is in my grace. I am the provider, no matter what. आंखों को बंद करेंगे हम लोग. जीसस का सेकंड गवाह को यीशु मसीह यहाँ पर प्रस्तुत करता है. രണ്ടാമത്തെ സാക്ഷ്യത്തെ കർത്താവ് ഇവിടെ ജനത്തിന്റെ മുമ്പേ കാണിക്കുക. എന്താണ് ആ സാക്ഷ്യം? वो गवाह क्या है? It is the works of Lord Jesus Christ. Shall we come to the Lord? प्रभु की उपस्थिति में हम लोग आएंगे. परमेश्वर से हम बोलेंगे, परमेश्वर मेरे जीवन में बहुत बार I disbelieved your works. അവിടുത്തെ പ്രവൃത്തിയെ ഞാൻ അവിശ്വസിച്ചു കർത്താവേ. ആ രാജഭൃത്യനെ പോലെ അവിടുത്തെ വചനത്തെ വിശ്വസിക്കുവാൻ, അങ്ങ് ആരാ എന്നറിഞ്ഞ് അവിടുത്തെ വചനത്തെ വിശ്വസിക്കാൻ എനിക്ക് കൃപ നൽകുമാറാകണമേ. परमेश्वर वो नोबल मैन जिस तरह आपके वचन पर विश्वास किया, राज कर्मचारी जिस तरह वचन पर विश्वास किया, हाँ, आप कौन है कर जानकर आपके वचन पर विश्वास करने के लिए हमें शक्ति और सामर्थ्य दे प्रभु जी. Many times I have doubted you. Will you provide in this situation, Lord? Will you provide in this situation? കർത്താവേ, ഈ സാഹചര്യത്തിൽ അങ്ങക്ക് എനിക്ക് കരുതുവാൻ കഴിയുമോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ച് വ്യാകുലപ്പെട്ടിട്ടുണ്ട് കർത്താവേ. എന്നാൽ വചനത്തിൽ കൂടെ അവിടുന്ന് എന്നെ ഉറപ്പിച്ചതേക്കായി സ്തോത്രം ചെയ്യുന്നു. In every situation, Jesus is faithful to provide for his children. And let me tell you this. ഇങ്ങോട്ട് നോക്കിയാട്ടെ. ഇധർ देखिए. The greatest providence is not food. The greatest providence is God sent his son to take care of our sin. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി തൻ്റെ പുത്രനെ കൊടുത്തതല്ലേ ഏറ്റവും വലിയ കരുതൽ. ആ കരുതിയ ദൈവം നമ്മുടെ അനുദിന ജീവിതത്തിന് വേണ്ടിയുള്ളത് കരുതുവാൻ സർവകൃപാലുവായ ദൈവമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. അതരം തുറന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. मुकोल कर हम लोग प्रभु को धन्यवाद करेंगे. पाप के लिए परमेश्वर ने प्रोवाइड किया है, तो मेरा डेली स्ट्रगल्स में, मेरे डेली जीवन के लिए परमेश्वर प्रोवाइड करने के लिए ही इज अ फेथफुल गॉड. Are you going through sickness? രോഗത്തിൽ കൂടെ കടന്നു പോവുകയാണോ? Jesus is sufficient. Are you going through pain? Jesus is sufficient. Are you going through difficulty? Jesus is sufficient. Look unto him.
പടകെടുത്ത് പോകാതെ, പടകെടുത്തും പോകാതെ, ആലിയ സ്തോത്രം, വലയെടുത്ത് നിങ്ങൾ ശ്രമിക്കാതെ കർത്താവിൻ്റെ അടുക്കലേക്ക് ഒന്ന് വരുവാൻ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ വചനം നമ്മളെ വിളിക്കുകയാണ്. अपना बोट अपना नेट उठाकर नहीं जाना, बल्कि यीशु मसीह पर विश्वास कर लॉर्ड यू आर द वन हु प्रोवाइड्स फॉर मी, यू आर द वन हु प्रोवाइड्स माय स्पिरिचुअल नीड, माय फिजिकल नीड. हालेलुया. प्रार्थना करेंगे हम लोग आज परमेश्वर के सामने अपने आप को समर्पित करेंगे. हालेलुया.